ഇത് തുടയുടെ എല്ല്, തുടയുടെ രക്തക്കുഴൽ വഴിയാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുക. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ട്യൂബ് ഇട്ടിട്ട് ഈ രക്തക്കുഴലിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനാണ് ആൻജിയോഗ്രാം എന്ന് പറയുക. ഇത് നെഞ്ചിൻ്റെ ഭാഗം, ഇത് കഴുത്തിൽ നിന്ന് തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ. ഇത് ബ്രെയിനിലോട്ടുള്ള റൈറ്റ് സൈഡ്, ഇത് വലത്തെ കണ്ണ് ഇടത്തെ കണ്ണ്. ഇത് ഈ രക്തക്കുഴൽ ഇങ്ങനെ വന്ന് 2 ശിഖരങ്ങളായിട്ട് പിരിഞ്ഞ് ഇങ്ങനെ പോകണം, എന്നാലേ അങ്ങോട്ട് ബ്ലഡ് എത്തുള്ളൂ. നെഞ്ചിൻ്റെ ഭാഗം. ഇത് അങ്ങോട്ട് പോകുന്ന രക്തക്കുഴൽ ഇടതുവശത്തോട്ട്. ഓൾറെഡി ഇവിടെ നല്ല ചുരുക്കമുണ്ട്, കാണാമോ ഈ ഭാഗം. അപ്പോൾ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത്രേ ഉള്ളൂ ബ്ലഡ് ഫ്ലോ, അതായത് ഇത്രയും ഭാഗം ബ്ലഡ് വരണം, ഇങ്ങോട്ട് ബ്ലഡ് എത്തുന്നില്ല. ഈ ഭാഗമാണ് തലച്ചോറിൽ നമ്മൾ ഡാമേജ് ആയിട്ട് ആ വെള്ള നിറത്തിൽ കാണുന്നത്, മറയെടുത്തപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചെറിയ കത്തീറ്റർ എന്ന് പറയും, ഇതുപോലെ ട്യൂബുകൾ വെച്ച് മേലോട്ട് പോയി നമ്മൾ ഈ ക്ലോട്ടുള്ള ഭാഗം, ഇവിടെ ക്ലോട്ട് ഇരിക്കുന്നത്, അതിനെ തരം ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഈ ക്ലോട്ടിനെ ഇങ്ങനെ വലിച്ച് എടുക്കും. അതിനാണ് ത്രോംബക്ടമി എന്ന് പറയുക. ഈ വലിയ രക്തക്കുഴലിൽ അടഞ്ഞു പോകുന്നതിനെ തുറക്കാനുള്ള മാർഗ്ഗം അത്. അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ തുറന്നു. ഇത് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ ഇതുപോലെയാണ്. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഭാഗം, ഇപ്പോൾ ഇങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇത് വന്നു. ഈ ഫ്ലോ ഉണ്ടെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വെള്ളത്തിൽ പോകുന്ന പോലെയാണ്. ഇപ്പോൾ വെള്ളത്തിൽ പോകുന്ന ആളെ നമുക്ക്, ഇപ്പോൾ വെള്ളത്തിൽ പോയ ആളെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് വന്ന് രക്ഷിച്ചിട്ട് നേരത്തെ രക്ഷിച്ചായിരുന്നെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇതും നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് രക്ഷിക്കുകയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അടഞ്ഞ രക്തക്കുഴലിനെ എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. ഓൾറെഡി ആ വൈറ്റ് ഭാഗം സ്കാനിൽ കാണുന്ന ബ്രെയിനിൻ്റെ ഡാമേജ് വന്ന ഭാഗം, അതായത് സ്ട്രോക്ക് മൂലം ഡാമേജ് ഉണ്ടാകുന്നത്, കുറേയൊക്കെ റിക്കവർ ചെയ്ത് വരും, കുറേ ഒന്നും റിക്കവർ ചെയ്യത്തില്ല. അപ്പോൾ ആദ്യത്തെ 48 ഹവേഴ്സിൽ എപ്പോഴും നമുക്ക് ജീവന് അപകടം ഉണ്ടാകുന്ന ഘട്ടങ്ങൾ, ഇപ്പോൾ തലച്ചോറിനുള്ളിൽ നീര് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും, കൈ മുറിഞ്ഞ് നീര് വരുന്ന പോലെ ബ്രെയിനിനുള്ളിലും സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ എഡീമ ഉണ്ടാകും, നീരുണ്ടാകും. അപ്പോൾ തലയോട്ടി ഉള്ളതുകൊണ്ട് അതിന് തലച്ചോറിന് പുറത്തോട്ട് മുഴയ്ക്കാൻ പറ്റില്ല, കൈക്ക് പുറത്തോട്ട് മുഴച്ച് വരാം. അപ്പോൾ നീര് കൂടുന്ന സമയത്ത് നമ്മൾ നീര് പറയാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. ഒത്തിരി കൂടുമ്പോൾ സർജറിയൊക്കെ വേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു 75 വയസ്സുള്ള ആൾക്ക് നല്ല ഇതല്ല, നീര് പറയാനുള്ള മരുന്നൊക്കെ കൊടുക്കാം, പക്ഷെ എന്നാലും അതിനൊരു പരിധിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരത്തേക്ക് എത്രമാത്രം നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഗുണം ഉണ്ടായെന്നറിയാൻ അറ്റ്ലീസ്റ്റ് ഒരു 48 ഹവേഴ്സെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അടഞ്ഞ രക്തക്കുഴൽ എത്ര നേരം അടഞ്ഞിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം ഉറക്കത്തിലോ മറ്റപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പൊതുവെ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി രക്തക്കട്ട അലയാനുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നീട് രക്തക്കുഴലിനെ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ തുറക്കുമ്പോഴാണ് ഏറ്റവും മാക്സിമം ബെനിഫിറ്റ്. ഇതിപ്പോൾ ഉറക്കത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോളപ്പോഴാണ് വരുന്നത്. അപ്പം കാലത്ത് മുതലിപ്പോൾ എത്ര മണിക്കാണ് നിങ്ങൾ? 7 മണിയാകുമ്പോൾ എത്ര? 6 മണിയാകുമ്പോഴാണ്. അപ്പോൾ 7:30 കണ്ടപ്പോൾ മുതൽ 2 മണി വരെയുള്ള സമയം, 5-2 7 മണിക്കൂർ. നമ്മളൊരാൾ 7 മണിക്കൂർ വെള്ളത്തിൽ മുങ്ങി കിടന്ന് എന്ത് പറ്റും? അതേ അവസ്ഥയാണ് ബ്രെയിനിനും ഉണ്ടാകുക. അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടുള്ള ബ്ലഡ് ഓട്ടം. അതാണ് നമുക്ക് സ്ട്രോക്ക് ചികിത്സയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുക, അതായത് ഒരു 48 ഹവേഴ്സ് എടുക്കും നമുക്ക് എത്രമാത്രം ആൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്നൊക്കെ തിരിച്ചറിയാം. അപ്പോൾ അത് നോക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു സമയപരിധിയൊന്നും ഇതിനിപ്പോൾ പറയാൻ